തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ കുട്ടിയെ ഇന്ന് കേരള പോലീസിന് കൈമാറും. കുട്ടി ഇപ്പോൾ വിശാഖപട്ടണത്ത് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ്. കുട്ടിയെ തിരികെ കൊണ്ടുവരാനായി പുറപ്പെട്ട കഴക്കൂട്ടം എസ്.ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയ്ക്ക് വിശാഖപട്ടണത്ത് എത്തിച്ചേരും. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയെ കേരള പോലീസിന് കൈമാറി ഉടൻ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് തീരുമാനം. അതേസമയം അസമിലേക്ക് പോയി പഠനം തുടരണമെന്നും മുത്തച്ഛനും മുത്തശ്ശിക്കും കൂടെ നിൽക്കണമെന്നും പെൺകുട്ടി ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി വിശാഖപട്ടണത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ നടപടിക്രമങ്ങൾ എപ്പോഴാണ് പൂർത്തിയാവുക? കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരങ്ങളാണല്ലോ ലഭിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ ആഗ്രഹം അസാമിൽ പോയി പഠിക്കണമെന്നുള്ളതും ആണല്ലോ. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത്. 13-കാരി സുരക്ഷിതയാണ് ഇപ്പോൾ ഉള്ള സ്ഥലത്താണ്. ആ കുട്ടിയെ കഴിഞ്ഞ ദിവസങ്ങളിലായി പാർപ്പിച്ചിരിക്കുന്ന ഈ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ കീഴിലുള്ള വനിതാ ശിശു സംരക്ഷണ സമിതിയുടെ ഒരു പ്രൊബേഷൻ ഹോമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയാണ് കുട്ടിയെ സംരക്ഷിച്ചിരിക്കുന്നത്. കാണാതാവുന്നതും വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നതും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലൊക്കെ പെടുന്നതുമായ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പുനരധിവസിപ്പിക്കുന്ന ഒരു സെൻ്ററാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സെൻ്റർ എക്സ്ക്ലൂസീവ്ലി പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുന്നു. പിന്നീട് RPF-നും RPF-ൽ നിന്ന് ഇവിടേക്കും, അതായത് ഇവിടുത്തെ ശിശു സംരക്ഷണ സമിതിയുടെ കയ്യിലേക്കും കുട്ടിയെ കൈമാറുന്നു. അതിനുശേഷം കുട്ടിയുടെ സുരക്ഷിതവും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. കൃത്യമായ ആരോഗ്യ പരിശോധനകൾക്കൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു സെൻ്ററാണിത്. അവിടെയാണ് കുട്ടിയെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കേരള പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. കേരള പോലീസ് എത്തിയതിനു ശേഷം അവിടെ ഈ കുട്ടിയുടെ കേരളത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും കുട്ടിയെ വിട്ടുകിട്ടണമെന്ന ആപ്ലിക്കേഷനും സമർപ്പിക്കുന്നതോടെ കുട്ടിയെ പോലീസിന് കൈമാറുമെന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ കഴിഞ്ഞ ദിവസം നമ്മോട് പറഞ്ഞത്. അതിന് പ്രത്യേകിച്ച് വലിയ സാങ്കേതിക തടസ്സങ്ങളൊന്നും അവർ ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രൊസീജിയേഴ്സിലേക്കൊന്നും പോകുന്ന കാര്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പോലീസ് എത്തുക, അപേക്ഷ നൽകുക, കുട്ടിയെ കൈമാറും. അതിനുശേഷം ഈ കുട്ടിയുമായി എങ്ങനെയാണ് കേരളത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കേരള പോലീസാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം വിമാനങ്ങളുടെ അല്ലെങ്കിൽ റെയിൽവേ ട്രെയിനുകളുടെയൊക്കെ അവൈലബിലിറ്റി നോക്കി മാത്രമാണ് അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ കഴിയുക. നമ്മൾ ട്രെയിനുകളുടെ എണ്ണം കുറച്ച് കുറവാണ് കേരളത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിമാനങ്ങൾ കണക്റ്റഡ് ഫ്ലൈറ്റുകളാണ് അവൈലബിൾ ആകുക. അതും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ തീരുമാനം ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു പരിശോധനയൊക്കെ നടത്തിയ ശേഷം മാത്രമായിരിക്കും പോലീസ് തീരുമാനമെടുക്കുക. അതിനുശേഷം കുട്ടിയുമായി കേരളത്തിലേക്ക് പോകും. കാരണം കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പോലീസിന് പ്രത്യേകിച്ച് ധൃതിയൊന്നുമില്ല. കുട്ടി സുരക്ഷിതയായ സാഹചര്യത്തിൽ, സുരക്ഷിതമായി ഇവിടെ തുടരുന്ന സാഹചര്യത്തിൽ കൃത്യമായൊരു സമയമെടുത്ത് ആസൂത്രണത്തോടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മനോഭാവമൊന്നും നിലവിൽ കേരള പോലീസിനില്ല. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമായിരിക്കും അവർ അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ തീരുമാനമെടുക്കുക. ഈ തീരുമാനമെടുത്തതിന് ശേഷം കുട്ടിയുമായി കേരളത്തിലേക്ക് പോകും. അതിനുശേഷം കേരളത്തിൽ വെച്ചായിരിക്കും കുട്ടിയുടെ ഈ വീട്ടിൽ നിന്ന് വിട്ടുപോകാനുണ്ടായ സാഹചര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തുക. കുട്ടിയുമായി സംസാരിക്കുകയും ഒരു ട്രാൻസ്ലേറ്ററുടെയൊക്കെ സഹായത്തോടെ കുട്ടിയുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷിതാക്കളുമായിടത്ത് നിന്ന് കുട്ടിക്ക് വളരെ വലിയ മർദ്ദനമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും നേരിടേണ്ടി വന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു പരിശോധന എന്തായാലും ഉണ്ടാകും. അത് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയതിന് ശേഷമായിരിക്കും. ആ കൗൺസിലിങ്ങിലാണ് കുട്ടിയുടെ എന്താണ് കുട്ടി നേരിട്ട പ്രശ്നങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷമായിരിക്കും ശിശു സംരക്ഷണ സമിതിയുടെ കൂടെ ഒരു അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഈ കുട്ടിയെ എങ്ങോട്ട് വിടണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. കുട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അസമിലുള്ള ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളതാണ്. വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നും കുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഈ കുട്ടിയുമായി സംസാരിച്ച ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, അവർ പറയുന്ന കാര്യങ്ങളാണ്. എന്തായാലും അത് പോലീസും ശിശുക്ഷേമ സംരക്ഷണ സമിതിയും കുട്ടിയുമായി സംസാരിച്ചതിന് ശേഷം ഈ കൗൺസിലിംഗ് നടത്തിയതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ കുട്ടിയുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. കാരണം നിലവിൽ രക്ഷകർത്താക്കളോടുള്ള അത്യാവശ്യം ദേഷ്യമൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ കുട്ടി അക്കാര്യങ്ങൾ പറയുന്നതാണോ, അല്ലെങ്കിൽ തുടർച്ചയായി കുട്ടി വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്നുള്ളൊരു ചോദ്യവും കൂടി ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതിനെല്ലാം വ്യക്തത വന്നതിന് ശേഷം മാത്രമായിരിക്കും കുട്ടിയെ എങ്ങോട്ട് വിടും, ആർക്ക് കൈമാറും എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു അന്തിമ തീരുമാനമുണ്ടാകുക. എന്തായാലും കേരള പോലീസ് വിശാഖപട്ടണത്ത് എത്തുന്നതായി കാത്തിരിക്കുകയാണ് നമ്മൾ. ഉച്ചയ്ക്ക് ശേഷം അവരെത്തും. അതിനുശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ.